നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയതും അതോടൊപ്പം തന്നെ നിർണായകവുമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നൊക്കെ തന്നെ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്കും ഒരുപോലെ ആശ്വാസം പകരുന്ന വാർത്തയാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. വാർത്ത എല്ലാവരിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമുക്കറിയാം, ഏപ്രിൽ മാസത്തിൽ പെൻഷൻ വിതരണം ഉണ്ടായിരുന്നില്ല എന്ന ആശങ്ക പലരിലും ഉണ്ടായിരുന്നുവെങ്കിലും സാങ്കേതികമായിട്ട് മാർച്ച് മാസത്തെ അവസാന വാരത്തിൽ തന്നെ ഏപ്രിലിലെ വിഹിതം കൂടി ഉൾപ്പെടുത്തി സർക്കാർ വിതരണം പൂർത്തിയാക്കി. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണം മുടങ്ങുമോ എന്നുള്ള ഒരു ഭീതിയിലായിരുന്നു എല്ലാ ഗുണഭോക്താക്കളും. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് മെയ് മാസത്തിലെ പെൻഷൻ വിതരണം ഈ മാസം 25-ാം തീയതിയോടെ ആരംഭിക്കുമെന്ന് അധികൃതർ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ 63 ലക്ഷത്തോളം വരുന്ന ജനവിഭാഗങ്ങളിലേക്ക് ഈ സാമ്പത്തിക സഹായം നേരിട്ടെത്തുന്നത് വഴി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയൊരു ഉണർവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെൻഷൻ വിതരണം അത് കൃത്യസമയത്ത് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് സർക്കാർ നേരത്തെ തന്നെ ക്രിയാത്മകമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ മെയ് മാസത്തിലെ വിതരണവുമായി ബന്ധപ്പെട്ട ഭരണാനുമതിയും ഉത്തരവുകളുമൊക്കെ തന്നെ ധനകാര്യ വകുപ്പ് പുറത്തുവിട്ടിരുന്നു. ഇലക്ഷൻ ഫലങ്ങളൊക്കെ തന്നെ വരുന്ന സമയത്തോ പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന വേളയിലോ ഭരണപരമായിട്ടുള്ള കാരണങ്ങളാൽ സാധാരണക്കാരുടെ ആനുകൂല്യങ്ങൾ അത് വൈകരുത് എന്ന കർശന നിർദ്ദേശത്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിലാണ് ഈ മുൻകൂർ നടപടി സ്വീകരിച്ചത്. ഇതിലൂടെ ഭരണമാറ്റമോ മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളോ ഈ പെൻഷൻ വിതരണത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഓരോ മാസവും നടന്നു പോരുന്ന അതേ കൃത്യതയോടെയും അതോടൊപ്പം തന്നെ സുതാര്യതയോടും കൂടി ഇത്തവണയും തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട്, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി എത്തുന്നതാണ്. വിതരണം സുഗമമാക്കുന്നതിനായിട്ട് ട്രഷറികൾക്കും അതോടൊപ്പം തന്നെ ബാങ്കുകൾക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഇതിനോടൊപ്പം തന്നെ സർക്കാർ കൈമാറിക്കഴിഞ്ഞു. സാമ്പത്തിക ആനുകൂല്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ മെയ് മാസത്തിൽ നമുക്ക് വിതരണം ചെയ്യുന്നത് 2000 രൂപ വീതമായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച വർദ്ധിപ്പിച്ച നിരക്കിലുള്ള തുകയാണ് ഇപ്പോൾ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത്. ഏപ്രിൽ മാസത്തെയും അതോടൊപ്പം തന്നെ മെയ് മാസത്തെയും ആനുകൂല്യങ്ങൾ അത് കൃത്യസമയത്ത് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കണമെന്ന് ഉത്തരവിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 25 മുതൽ വിതരണം ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തുക ലഭിച്ചു തുടങ്ങുന്നതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് പുറമെയായിട്ട് 16-ൽ പരം വരുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകളിലേക്ക് തന്നെ പെൻഷൻകാർക്കും ഈ ഒരു വിതരണക്രമം അത് ബാധകമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളൊക്കെ തന്നെ തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് ധനകാര്യ വിഭാഗം പ്രത്യേക നിരീക്ഷണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാകട്ടെ ഗുണഭോക്താക്കൾക്ക് വലിയൊരു സാമ്പത്തിക സുരക്ഷയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതോടുകൂടി പെൻഷൻ തുകയിൽ ഒരു വർധനവ് അല്ലെങ്കിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. UDF മുന്നണി തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ 5 ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ക്ഷേമ പെൻഷൻ അത് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നത്. എന്നാൽ മെയ് മാസ വിതരണത്തിൽ ഈ ഒരു വർധനവ് നിലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ പുതിയ സർക്കാരിൻ്റെ ആദ്യ വാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്നതോടെ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു വർധനവ് എന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത ലഭിക്കും. ഏതായാലും 3000 രൂപയിലേക്ക് പെൻഷൻ ഉയർത്തുന്നതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ നിലവിൽ കണ്ടെത്തേണ്ടതും അതിൻ്റെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ തന്നെ നിശ്ചയിക്കേണ്ടതും പുതിയ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനാൽ തന്നെ മെയ് മാസത്തിൽ ലഭിക്കുന്ന 2000 രൂപയ്ക്ക് ശേഷം വരും മാസങ്ങളിലെ ബജറ്റ് പ്രഖ്യാപനങ്ങളിലൂടെ മാത്രമേ ഈ വർദ്ധിപ്പിച്ച തുകയെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ചിത്രം അത് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. സംസ്ഥാനത്തെ മറ്റ് വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ അതും ഒരേ സമയം സജീവമാണെന്നതാണ് ഈ ഒരു അറിയിപ്പിൻ്റെ മറ്റൊരു പ്രധാന വശം. അതായത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷിക്കാർക്കുള്ള ധനസഹായം, അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ ആനുകൂല്യം എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആളുകൾക്കും ഒരുപോലെ തന്നെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ്. കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെയൊക്കെ തന്നെ ഭരണപരമായിട്ടുള്ള ഘടനയിൽ മാറ്റം വരുത്തുന്നതിനും കാര്യക്ഷമതയൊക്കെ തന്നെ വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് പുതിയ സർക്കാർ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ചില ബോർഡുകളിലൊക്കെ തന്നെ നിലനിൽക്കുന്ന കുടിശ്ശിക പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നതിനും തുക വിതരണം അത് കൂടുതൽ വേഗത്തിലാക്കുന്നതിനും പുതിയ ഭരണകൂടം അത് മുൻഗണന നൽകുമെന്നാണ് സൂചന. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവനോപാധിയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ തന്നെ തീർച്ചയായിട്ടും അതീവ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയുമാണ് സർക്കാർ ഈ വിഷയത്തെ സമീപിക്കുന്നത്. ചുരുക്കത്തിൽ മെയ് 25 മുതൽ ആരംഭിക്കുന്ന പെൻഷൻ വിതരണം അത് കേരളത്തിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും മറ്റ് അവശതകളൊക്കെ തന്നെ അനുഭവിക്കുന്നവർക്കും വലിയ ഒരു കൈത്താങ്ങായിട്ട് മാറുന്നതാണ്. 63 ലക്ഷം പേരുടെ കുടുംബങ്ങളിലേക്ക് എത്തുന്ന ഈ ഒരു തുക അത് തടസ്സമില്ലാതെ അതിൻ്റെ വിതരണം നടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. പെൻഷൻ വർധനവ് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ അത് ആദ്യ ബജറ്റിലൂടെ വരുന്നത് വരെ നിലവിലെ 2000 രൂപ വീതം എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കും. ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ എല്ലാവരിലേക്കും എല്ലാ ആളുകളിലേക്കും മറക്കാതെ ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.